നമസ്കാരം. ദ പ്രസ്സിലേക്ക് സ്വാഗതം. ഇന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ രണ്ടാം ഘട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതൽ തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് ആളുകൾ എത്തിച്ചേർന്നു. വടക്കൻ കേരളത്തിലാണെന്ന് പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പോളിംഗ് ആ നിലയ്ക്ക് തന്നെ പോകുന്നു. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഉൾപ്പെടെ ഇന്നത്തെ പത്രങ്ങളിലും വാർത്തയുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പോളിംഗ് ശതമാനം ഉൾപ്പെടെയുള്ള വാർത്തകൾ സമഗ്രമായി തന്നെ നൽകിക്കൊണ്ടാണ് പത്രങ്ങൾ വാർത്തകൾ നൽകിയിരിക്കുന്നത്. മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ നിരവധിയായിട്ടുള്ള വാർത്തകൾ ആണ്. അത് വളരെ ചിത്രങ്ങൾ ഉൾപ്പെടെ അതിൻ്റെ ഗ്രാഫിക്സ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ നൽകിക്കൊണ്ട് വളരെ ആകർഷകമായിട്ടാണ് മാതൃഭൂമി അവരുടെ ഒന്നാമത്തെ പേജ് തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് പറയാം. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ കണ്ടത് ദേശീയപാതയിൽ ഉണ്ടായിട്ടുള്ള വലിയ തകർച്ച, ഒപ്പം തന്നെ പലകുറി അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്ന ആ ഘട്ടത്തിൽ വീണ്ടും ഇപ്പോൾ അവിടെ ഈ തകർച്ച നിരന്തരമായിട്ടുണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും പരിശോധന നടത്താനുള്ള തീരുമാനത്തിലേക്ക് അതോറിറ്റി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. പാത പഠിക്കും എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ടായി, ആ വാർത്തയുടെ തലക്കെട്ടായി മാതൃഭൂമി നൽകിയിരിക്കുന്നത്. വിള്ളൽ വീഴുന്ന സാഹചര്യം, പാത കുത്തനെ ഇടിഞ്ഞു പോകുന്ന, നിർമ്മാണത്തിലിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ കുത്തനെ തകർന്നു വീഴുന്ന സാഹചര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ ഈ പരിശോധനാ പരിധിയിൽ വരുന്നുണ്ട്. ദേശീയപാതയിലെ തകർച്ച കേരളത്തിലാകെ സുരക്ഷാ ഓഡിറ്റ് നടത്തും എന്നുള്ളതാണ് ആ വാർത്തയിൽ മാതൃഭൂമി പറയുന്നത്. 378 സ്ഥലങ്ങളിൽ പരിശോധന നടത്തും. അത് എല്ലാ റീച്ചുകളിലും ഈ സംഘം എത്തി പരിശോധിക്കും എന്നുള്ള കാര്യം കൂടി ഈ മാതൃഭൂമി പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലായിട്ട് പല തവണയായിട്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നൊരു സാഹചര്യം കൂടി ഉണ്ട് എന്നുള്ളതും, നിർമ്മാണത്തിൽ നിരവധിയായിട്ടുള്ള പിഴവുകൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും, ഒപ്പം തന്നെ സ്ഥലത്തെക്കുറിച്ചുള്ള പരിശോധനകൾ കൃത്യമായി നടത്തിയിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ തന്നെയും ഈ ഘട്ടങ്ങളിലെല്ലാം തന്നെ ഉയർന്നു വരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. പലവട്ടം തകർച്ച എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരത്തിൽ ഏതൊക്കെ ഘട്ടങ്ങളിലാണ്, ഏതൊക്കെ സമയത്താണ് വന്നത് എന്നുള്ള കാര്യം കൂടി മാതൃഭൂമി അവരുടെ ഈ വാർത്തയിൽ നൽകുന്നുണ്ട്. മെയ് 19 കോഴിക്കോട്ട് നിന്നും തൃശ്ശൂരിലേക്ക് പോകുന്ന ഭാഗത്ത് കൊളപ്പുറത്തിനും കൂരിയാടിനും ഇടയിലാണ് ആ റോഡ് സർവീസ് റോഡിലേക്ക് തൊട്ടടുത്ത വയലിലേക്കുമൊക്കെ തന്നെ ഈ തകർന്നു വീഴുന്ന സാഹചര്യമുണ്ടായത്. മറ്റൊന്ന് കാസർഗോഡ് ചെറുവത്തൂരിലാണ് ഇത്തരത്തിൽ ഈ മണ്ണിടിഞ്ഞ് വീഴുന്ന സംഭവം ഉണ്ടാകുന്നത്. അന്ന് ഒരു തൊഴിലാളി മരിക്കുന്ന കൂടി സാഹചര്യവും അന്ന് ഉണ്ടായിരുന്നു. തളിപ്പറമ്പിൽ സമാനമായിട്ടുള്ള സംഭവം ഉണ്ടായി, മണ്ണിടിഞ്ഞ് വീഴുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഈ കൊല്ലത്തെ സംഭവത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു പരിശോധനയിലേക്ക്, അല്ലെങ്കിൽ ഇതിനെ ഗൗരവമായി എടുത്തുകൊണ്ടൊരു നടപടിയിലേക്ക് ദേശീയപാത അതോറിറ്റി വരുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തട്ടെ. ഒപ്പം ഇത്തരത്തിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള പരിശോധനകൾ നടത്തേണ്ടതില്ല, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള ഒരു നിയമം പോലും നിലവിലുള്ള ഒരു സാഹചര്യമുണ്ട് എന്നതും ആ വിഷയത്തെ ഗൗരവമുള്ളതാക്കുന്നു എന്നുള്ളതും ശ്രദ്ധേയമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഹുൽ മാങ്കൂട്ടം തന്നെയായിരുന്നു വാർത്തകളുടെ തലക്കെട്ടായി നിന്നിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ കേസ്, 2 പീഡന പരാതികളാണ് അയാൾക്കെതിരെ ഉന്നയിക്കപ്പെട്ടിരുന്നത്. അതിൽ രണ്ടാമത്തെ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയിട്ടുണ്ട്. ചില സംശയങ്ങൾ കൂടി ആ കേസുമായി ബന്ധപ്പെട്ട് കോടതി ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് സമ്മർദ്ദത്തിൽ പെട്ടാണ് ഇത്തരത്തിലുള്ളൊരു പരാതി നൽകിയിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും കോടതി ചോദിക്കുന്നു. ബംഗളൂരു സ്വദേശിയായിട്ടുള്ള 23-കാരിയുടെ പരാതിയുമായി ബന്ധപ്പെട്ട പോലീസ് എടുത്ത കേസിലാണ് അത്. ആ പരാതി ലഭിക്കുന്നത് KPCCക്കാണ്. KPCC ആണ് ആ കേസ് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്യുന്നതും തുടർന്ന് പോലീസ് നടപടി സ്വീകരിക്കുകയും ചെയ്യുകയായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും പരാതിയിലെയും മൊഴിയിലെയും വൈരുദ്ധ്യങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഇത്തരത്തിൽ ഒരു മുൻകൂർ ജാമ്യം രാഹുൽ മാങ്കൂട്ടത്തിന് നൽകുന്നത് എന്നുള്ളതാണ്. KPCC അധ്യക്ഷനാണ് ഇമെയിലിൽ ഈ പരാതി ലഭിച്ചത്. അതിനുശേഷമാണ് പോലീസിലേക്ക് നൽകുന്നത്. സമ്മർദ്ദത്തിൻ്റെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് പറയാം, സമ്മർദ്ദത്തിലുണ്ടായ പരാതിയാണോ എന്നുള്ള ചോദ്യം ഉൾപ്പെടെ കോടതി ചോദിക്കുന്നുണ്ട്. പരാതിക്കാരിക്ക് പ്രതിക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാനായിട്ടുള്ള താല്പര്യമില്ല എന്നുള്ളതാണ് ഒരു മൊഴി എന്ന് പറയുന്നത്. FIR രജിസ്റ്റർ ചെയ്ത ശേഷം പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തിയതിലെ അസ്വാഭാവികത കോടതി ചൂണ്ടിക്കാണിക്കുന്നു. 2 വർഷത്തിലേറെ കഴിഞ്ഞ് പരാതി നൽകിയതിലെ പൊരുത്തക്കേട് ഉൾപ്പെടെ കോടതി പറയുന്നുണ്ട്. ലൈംഗിക അതിക്രമം നടന്ന ശേഷവും പരാതിക്കാരി പ്രതിയുമായി ചാറ്റ് ചെയ്തതിൽ നിന്ന് ബലാത്സംഗ കുറ്റം എങ്ങനെ ചുമത്താനാകുമെന്ന സംശയവും കോടതി ചോദിക്കുന്നുണ്ട്. ക്ഷമിക്കണം.
എന്തായാലും ഇന്നിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ പാലക്കാട് വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ള അതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അവിടെ എത്തും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ വലിയ രീതിയിൽ പ്രതിഷേധം നടത്താനുള്ള തീരുമാനത്തിലേക്ക് DYFI ഉൾപ്പെടെയുള്ള സംഘടനകൾ അവിടെ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്നുള്ള തരത്തിലും വാർത്തകൾ ഇന്ന് വരുന്നുണ്ട്. VC നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണറും സർക്കാരും തമ്മിൽ രണ്ട് തട്ടിൽ നിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അതുമായി ബന്ധപ്പെട്ട വാർത്ത VC നിയമനം നിലപാടിൽ ഉറച്ച് ഗവർണർ സർക്കാരിൻ്റെ അനുനയം പാളി എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ലോക്സഭയിലെത്തി മന്ത്രിമാർ ചർച്ച നടത്തിയിരുന്നു. മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ ചർച്ച ചെയ്യാൻ എത്താത്തതിൽ ഗവർണർ അദ്ദേഹത്തിൻ്റെ നീരസം പ്രകടിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതും ആ വാർത്തയോട് ഒപ്പം തന്നെ നൽകിയിട്ടുണ്ട്. സുപ്രീം കോടതി നിയമിക്കുമോ ഇന്നറിയാം എന്നുള്ളതും അതോടൊപ്പം തന്നെ നൽകിയിട്ടുണ്ട്. ഇത് ഒരു സമവായത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് നിയമിക്കാൻ അറിയാം എന്നുള്ളൊരു കാര്യം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും അതിലൊരു തീരുമാനം ഇന്ന് ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. കഴിഞ്ഞ ദിവസം നടന്ന ഒന്നാം ഘട്ട വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്ത, അതിൻ്റെ പോളിംഗ് ശതമാനം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയക്കാരുടെ വീര്യം വോട്ടർമാർക്കുണ്ടായില്ല എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ട് നൽകിയിരിക്കുന്നത്. പോളിംഗ് ശതമാനം 70.91 മാത്രം എന്നുള്ളതും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. അത് രണ്ട് ഘട്ടങ്ങൾ, അതായത് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പോളിംഗ് ശതമാനവും ഇത്തവണത്തേതും തരംതിരിച്ച് നൽകിയിട്ടുണ്ട്. പോളിംഗ് ശതമാനങ്ങൾ ഓരോ ജില്ല തിരിച്ചും നൽകിയിട്ടുണ്ട്. അത് പല സ്ഥലങ്ങളിലും കൂടി നിന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ അത്രമാത്രം ഒരു പോളിംഗിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ വാർത്തയിൽ നൽകുന്നത്. വോട്ട് കവർച്ച രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയം അത് ഇന്നലെയും വലിയ രീതിയിൽ സഭയിൽ ചർച്ച ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. അമിത്ഷായെ ഒരു സംവാദത്തിന് വേണ്ടിയിട്ട് വെല്ലുവിളിക്കുന്ന സാഹചര്യം അത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്നുണ്ടായി. രോഷാകുലനായിട്ടുള്ള ഒരു മറുപടി അമിത്ഷായുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു. എന്തായാലും രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലിരിക്കെ ചെയ്യുന്ന പ്രവൃത്തികൾ പിന്നീടും ശിക്ഷാ നടപടി നേരിടേണ്ടി വരില്ലെന്ന നിയമം പാസ്സാക്കിയത് എന്തിനാണ്? ഈ ചോദ്യത്തിന് ആഭ്യന്തരമന്ത്രി മറുപടി പറയണം. SIR വിഷയത്തിൽ ഞാൻ ഉന്നയിച്ച കാര്യങ്ങളിൽ മന്ത്രി വിശദീകരണം നൽകണം എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഇന്നലെ സഭയിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം. അതിന് അമിത്ഷാ നൽകിയ മറുപടി, 30 വർഷമായി പാർലമെൻ്ററി പ്രവർത്തനം നടത്തുന്ന എന്നോട് പ്രതിപക്ഷ നേതാവിൻ്റെ ഏത് ചോദ്യത്തിന് ആദ്യം മറുപടി പറയണമെന്ന് ശഠിക്കാൻ അദ്ദേഹത്തിന് എന്ത് അവകാശം എന്നുള്ളതാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ല എൻ്റെ പ്രസംഗം തയ്യാറാക്കുന്നത്. ഏത് കാര്യം എപ്പോൾ പറയണമെന്ന് ഞാൻ തീരുമാനിക്കും എന്നുള്ള വളരെ ധാർഷ്ട്യത്തോടു കൂടിയുള്ള മറുപടിയാണ് അമിത്ഷായുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നായിരുന്നു. എന്തായാലും തെരഞ്ഞെടുപ്പ് പരിഷ്കാരവുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്കിടെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തമ്മിൽ ലോക്സഭയിൽ വാക്പോര്. വോട്ടർ പട്ടിക വോട്ട് കവർച്ച ആരോപിച്ച് താൻ നടത്തിയ പത്രസമ്മേളനങ്ങളെ പരിഹസിച്ച അമിത്ഷായ്ക്ക് മറുപടിയുമായി എഴുന്നേറ്റ രാഹുൽ ഗാന്ധി തൻ്റെ പത്രസമ്മേളനങ്ങളെപ്പറ്റി തുറന്നു പറയുന്ന സംവാദത്തിന് ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിച്ചു എന്നുള്ളതും ആ വാർത്തയുടെ ഒന്നാമത്തെ പാരഗ്രാഫിൽ തന്നെ നൽകുന്നുണ്ട്. എന്തിനിത്ര വൈകി എന്ന് ചോദിച്ചുകൊണ്ടൊരു വാർത്ത മാതൃഭൂമി നൽകിയിരിക്കുന്നു. അത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യാത്രക്കാരെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന ഇൻഡിഗോ വിമാനവുമായി ബന്ധപ്പെട്ട അവരുടെ ഷെഡ്യൂളുകൾ വെട്ടിക്കുറയ്ക്കുന്നത്, റദ്ദാക്കുന്ന തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയും യാത്രക്കാരെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന സാഹചര്യമായിരുന്നു. ഇപ്പോഴും അതിലൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിൽ കോടതി ഇടപെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള ചില കാര്യങ്ങളാണ് വാർത്തയ്ക്ക് ആധാരമായിട്ടുള്ളത്. അതിൽ കോടതി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് എന്തിനിത്ര വൈകി എന്ന് കേന്ദ്ര സർക്കാരിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കോടതി രൂക്ഷമായ ഭാഷയുള്ളൊരു വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. രാജ്യവ്യാപകമായി വ്യോമഗതാഗതം താറുമാറാക്കി ഇൻഡിഗോ വിമാന പ്രതിസന്ധിയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് ഡൽഹി ഹൈക്കോടതി. സ്ഥിതി അതിരൂക്ഷമായപ്പോൾ മാത്രമാണ് സർക്കാർ ഇടപെട്ടതെന്നും എന്തിനാണ് ഇതുവരെ കാത്തിരുന്നതെന്നും കോടതി ചോദിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. യാത്രക്കാരുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത സ്ഥിതി എത്രയും വേഗം എത്തണമെന്ന് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. എല്ലാ വിമാന കമ്പനികളും ആവശ്യത്തിന് പൈലറ്റുമാരെ നിയമിക്കാൻ നടപടിയെടുക്കണം. റദ്ദാക്കലുകൾ കാരണം വിമാനത്താവളങ്ങളിൽ കുടുങ്ങിയ യാത്രക്കാർക്ക് ചട്ടപ്രകാരമുള്ള നഷ്ടപരിഹാരം വിമാന കമ്പനി നൽകണം. ഇക്കാര്യം മന്ത്രാലയം
മന്ത്രാലയവും DGCയെയും ഉറപ്പാക്കണം എന്നുള്ള കാര്യവും കോടതി ചൂണ്ടിക്കാണിക്കുന്നു. മറ്റെന്തെങ്കിലും നഷ്ടപരിഹാരത്തിന് വ്യവസ്ഥയുണ്ടെങ്കിൽ അതും നൽകേണ്ടി വരുമെന്നും കോടതി പറഞ്ഞു. അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ അന്വേഷണം പൂർത്തിയാക്കിയ റിപ്പോർട്ട് മുദ്രവച്ച കവറിൽ സമർപ്പിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. വിഷയം ജനുവരി 22-ന് പരിഗണിക്കും എന്നുള്ളതാണ് വാർത്തയിൽ ചൂണ്ടിക്കാണിച്ചത്. ഏതായാലും സർക്കാർ ഇടപെട്ടത് ഈ സ്ഥിതി ഏറ്റവും രൂക്ഷമായി കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പോൾ മാത്രമാണ് സർക്കാർ ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടത് എന്നുള്ളതാണ് പൊതുവിൽ ഉയർന്നിരുന്ന വിമർശനം. അത് കോടതി അതിനെ ഏതാണ്ട് അംഗീകരിക്കുന്ന നിലയിൽ തന്നെയാണ് കോടതിയുടെ ഭാഗത്തു നിന്നുള്ള നടപടി ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് നാളെയാണ് ശിക്ഷാവിധി ഉണ്ടാവുക എന്നുള്ളത്. അത് കഴിഞ്ഞ ദിവസം കേസിൽ 6 പ്രതികളെ ശിക്ഷിക്കുകയും അല്ലെങ്കിൽ 6 പ്രതികൾ കുറ്റക്കാരെന്ന് കണ്ടെത്തുകയും ദിലീപ് ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിടുകയും ചെയ്തിരുന്നു. അതിൻ്റെ തുടർന്നുള്ള വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. എന്തായാലും ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഈ വിധിപ്പകർപ്പ് പുറത്തു വരിക. അപ്പോഴാണ് അതിൻ്റെ ബാക്കി കൂടുതൽ വിശദാംശങ്ങളിലേക്കൊക്കെ തന്നെ പോകാൻ കഴിയുക എന്നുള്ളതും ഈ കേസിൻ്റെ മറ്റൊരു വിഷയമാണ്. എന്തായാലും നാളെയും അതിൻ്റെ തുടർന്നുള്ള ദിവസങ്ങളിലും ഈ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ ഒപ്പം തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ചർച്ചയ്ക്ക് വിധേയമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഉൾപേജുകളിലേക്ക് പോയെന്നാൽ മൃഗചികിത്സയിൽ പുതിയ നിയമവുമായി UAE എന്നുള്ള തലക്കെട്ടിലൊരു വാർത്തയുണ്ട്. വെറ്റിനറി മെഡിക്കൽ നിയമം നിലവിൽ വന്ന് വ്യാജ ഉൽപ്പന്നങ്ങളുടെ വ്യാപാരം തടയും എന്നുള്ളതും ആ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നു. മൃഗങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും മികച്ച ചികിത്സ ഉറപ്പാക്കുന്നതിനും പുതിയ നിയമം പുറത്തിറക്കിയിരിക്കുകയാണ് UAE. ഈ രംഗത്തെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിൽ വെറ്റിനറി മെഡിക്കൽ നിയമം നിലവിൽ വരുന്നത് എന്നുള്ളതും ആ വാർത്തയിൽ ചൂണ്ടിക്കാണിക്കുന്നു. സന്ദർശകർക്ക് മികച്ച യാത്രാനുഭവം, ദുബായിക്ക് അന്താരാഷ്ട്ര അംഗീകാരം എന്നുള്ള തലക്കെട്ടിൽ ഒരു വാർത്തയുണ്ട്. സന്ദർശകർക്ക് മികച്ച യാത്രാനുഭവം ഉറപ്പാക്കുന്നതിനുള്ള നൂതന പദ്ധതി നടപ്പിലാക്കിയ ദുബായ് താമസ കുടിയേറ്റ വകുപ്പിന് അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ചിത്രം ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് വാർത്ത നൽകിയിരിക്കുന്നത്. പുതുവർഷത്തിൽ വൻ മാറ്റങ്ങൾക്കൊരുങ്ങി UAE എന്നുള്ള തലക്കെട്ടിൽ ഒരു വാർത്ത മാതൃഭൂമി അവരുടെ ഉൾപേജിൽ നൽകിയിരിക്കുന്നു. പുതുവർഷത്തിൽ UAEക്കാരെ കാത്തിരിക്കുന്നത് പുതിയ നിയമങ്ങളും പരിഷ്കാരങ്ങളുമാണ്. രാജ്യത്തെ എല്ലാ മേഖലകളിലെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യമിട്ടാണ് മാറ്റങ്ങൾ വരുന്നത്. മധുരപാനീയങ്ങൾക്ക് അധിക നികുതി ഏർപ്പെടുത്തും. ഒപ്പം തന്നെ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് ഇനി വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. അങ്ങനെ ഒപ്പം വർദ്ധിത നികുതി നിയമങ്ങളിൽ ഭേദഗതി ഉണ്ടാകും. ഗതാഗത മേഖല കുതിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ വാർത്തയിൽ നൽകുന്നത്. പാഠ്യപദ്ധതിയിൽ മാറ്റമുണ്ടാകും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ സമഗ്രമായിട്ടുള്ള റിപ്പോർട്ടാണ് മാതൃഭൂമി അതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നത്. നികുതിയിൽ ഉൾപ്പെടെ മാറ്റങ്ങൾ 2026 ജനുവരി മുതൽ ഉണ്ടാകുമെന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അതിൻ്റെ തീരുമാനങ്ങളൊക്കെ തന്നെ വന്നിരുന്നു. ഇനിയിപ്പോൾ അത് പ്രാബല്യത്തിൽ വരികയാണ്. ആ കാര്യങ്ങളാണ് ഈ വാർത്തയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട വാർത്ത. ഡൽഹി കലാപം, പ്രതികളുടെ ജാമ്യാപേക്ഷകൾ സുപ്രീം കോടതി വിധി പറയാൻ മാറ്റി. കലാപമുണ്ടായപ്പോൾ ഉമർ ഖാലിദ് ഡൽഹിയിൽ നിന്ന് മാറാൻ പദ്ധതിയിട്ടെന്ന് പോലീസ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വാർത്തയിൽ നൽകി 2020 ഡൽഹി കലാപത്തിൻ്റെ ഗൂഢാലോചന കേസിൽ അറസ്റ്റിലായ ജയിലിൽ കഴിയുന്ന JNU മുൻ വിദ്യാർത്ഥി ഉമർ ഖാലിദ് അടക്കമുള്ളവരുടെ ജാമ്യാപേക്ഷകൾ സുപ്രീം കോടതി വിധി പറയാൻ മാറ്റി എന്നുള്ളതാണ് ആ വാർത്ത. കലാപത്തിൻ്റെ ക്രിമിനൽ ഗൂഢാലോചനയിൽ പ്രതികൾക്ക് പങ്കുണ്ടെന്ന് ഡൽഹി പോലീസിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ കോടതിയിൽ വാദിക്കുകയും ചെയ്തു. ആസൂത്രണത്തിൽ പങ്കില്ല എന്ന് വരുത്തി തീർക്കാൻ കലാപത്തിന് മുൻപായി ഉമർ ഖാലിദ് ഡൽഹിയിൽ നിന്നും മാറാൻ പദ്ധതിയിട്ടു എന്നുള്ളതും പോലീസ് കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങളാണ്. സിൽവർ ലൈൻ തള്ളാതെ തള്ളി DPR എന്നുള്ള തലക്കെട്ടിൽ വാർത്തയുണ്ട്. മടക്കിയെന്ന് കേന്ദ്രം, കിട്ടിയിട്ടില്ലെന്ന് കേരയിൽ. സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ, പ്രതിഷേധങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതിനെ തുടർന്നുള്ള വാർത്തയാണ്. സിൽവർ ലൈനിൻ്റെ DPR തിരിച്ചയച്ചെന്ന് കേന്ദ്രം
ആവർത്തിച്ച് പറയുമ്പോഴും മടക്കി കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു നിലപാടാണ് കേരയിൽ വ്യക്തമാക്കുന്നത്. DPR തിരിച്ചയച്ചെന്ന് കഴിഞ്ഞ ദിവസവും റെയിൽവേ മന്ത്രിയാണ് കാട്ടിയത്. എന്നാൽ അത് തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കേരയിൽ അതോറിറ്റി വ്യക്തമാക്കുന്നത് എന്നുള്ളതും ആ വാർത്തയ്ക്ക് വിഷയമായിരിക്കുന്നത്. മലയാറ്റൂരിൽ പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട തുടർ വാർത്തയുണ്ട്. കാരണം സംശയവും മദ്യലഹരിയും എന്നുള്ളതാണ് ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ഒരു നുഴഞ്ഞുകയറ്റക്കാരനും വോട്ടർപട്ടികയിൽ ഉണ്ടാകില്ല എന്ന് അമിത്ഷാ അസന്നിഗ്ധമായി തന്നെ പറഞ്ഞു വയ്ക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെയുള്ളവരെ കണ്ടെത്തി ഒഴിവാക്കും, നാട് കടത്തും എന്നുള്ളതാണ് അമിത്ഷാ കഴിഞ്ഞ ദിവസം സഭയിൽ വ്യക്തമാക്കിയത്. അതിൻ്റെ വാർത്തയും നൽകിയിട്ടുണ്ട് മാതൃഭൂമി. എഡിറ്റോറിയൽ പേജിലേക്ക് വന്നാൽ, സമവായമില്ലാതെ ഗവർണർ സർക്കാർ പോര് എന്നുള്ളതാണ് എഡിറ്റോറിയൽ. മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലാത്ത പേരുകളാണ് VC നിയമനത്തിൽ ഗവർണർ ശുപാർശ ചെയ്തതെന്നും അതിനാൽ കോടതി തന്നെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും സർക്കാർ നിലപാട് സ്വീകരിച്ചിരുന്നു. എന്തായാലും ഗവർണർ സർക്കാർ തർക്കം, ഈ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഉള്ള തർക്കം, അത് കാലങ്ങളുടെ പഴക്കമുണ്ട് എന്നുള്ളതാണ്. ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരിക്കുന്ന ഘട്ടത്തിൽ മുതൽ വലിയ രീതിയിൽ സർക്കാർ ഗവർണർ തർക്കം അത് രൂക്ഷമാവുകയും അത് വലിയ പലതരത്തിലുള്ള വിഷയങ്ങളിൽ അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ, വാഗ്വാദങ്ങൾ ഒക്കെ തന്നെയും കണ്ടതാണ്. അതിൻ്റെ ഒരു തുടർച്ചയെന്നോണമാണ് ഇപ്പോഴും VC നിയമനവുമായി ബന്ധപ്പെട്ട ആ ഒരു തർക്കം തുടരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തായാലും സുപ്രീം കോടതി ഇന്ന് അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മായുന്നു സൈബർ തെളിവ് എന്നുള്ള ഒരു വാർത്തയും വീക്ഷണവും പേജിൽ മാതൃഭൂമി നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് സൈബർ കുറ്റാന്വേഷണം സംബന്ധിച്ച് കൃത്യവും ശാസ്ത്രീയമായിട്ടുള്ള നടപടിക്രമങ്ങളോ മാർഗനിർദ്ദേശമോ ഇല്ലാത്തത് കേസന്വേഷണത്തിൽ തിരിച്ചടിയാകുന്നുണ്ട്. കുറ്റകൃത്യമുണ്ടായ ഉടനെ സംഭവ സ്ഥലത്ത് നടത്തുന്ന ഫോറൻസിക് പരിശോധനയ്ക്ക് സമാനമായി ഡിജിറ്റൽ ഫോറൻസിക് പരിശോധനയും നടത്തണമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായം എന്നുള്ളതാണ്. നടി ആക്രമണ കേസിൽ ഡിജിറ്റൽ തെളിവുകൾ നശിച്ചു എന്നുള്ളതും ആ ഒരു വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകുന്ന ഒരു കാര്യമാണ്. എന്തായാലും VC നിയമന തർക്കം മുഖ്യമന്ത്രി ഭരണമായിരുന്നു എന്ന് ഗവർണർ പറയുന്ന ഒരു ഗവർണറുടെ ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ ഒരു പ്രതികരണമുണ്ട്. അത് ആ വാർത്തയ്ക്ക് നൽകിയിരിക്കുന്നു. ഒന്നാമത്തെ പേജിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ആ വാർത്ത ഇവിടെ 7ാമത്തെ പേജിൽ നൽകിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള, ഉദ്യോഗസ്ഥർക്ക് അസൗകര്യം, ചെന്നിത്തലയുടെ മൊഴിയെടുത്തില്ല എന്നുള്ള ഒരു വാർത്ത. ഒപ്പം തന്നെ ജനാധിപത്യത്തെ രക്ഷിക്കാൻ പുതുപ്രസ്ഥാനം വരും. KC വേണുഗോപാൽ അത്തരത്തിൽ ഒരു പ്രസ്താവന നൽകി. വിവാദമായ സവർക്കർ പുരസ്കാരം നിരസിച്ച് തരൂർ എന്നുള്ളതും ആ വാർത്തയായി തന്നെ വാർത്താവീക്ഷണം പേജിൽ നൽകിയിരിക്കുന്നു. വിമാനത്താവള സ്വർണ്ണവേട്ട വിവരം നിഷേധിച്ച് പോലീസ്. കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്നും പിടികൂടിയ സ്വർണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകാതെ പോലീസ്. 2020 ജനുവരി 1 മുതൽ 2024 ഡിസംബർ 31 വരെ മലപ്പുറം ജില്ലാ പോലീസിനു കീഴിൽ അനധികൃത സ്വർണം പിടികൂടിയിട്ടുണ്ടോ, എത്ര പിടികൂടിയിട്ടുണ്ട്, അത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായിട്ടുള്ള മറുപടി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ആ വാർത്തയുടെ ആധാരമായിരിക്കുന്നത്. സ്പോർട്സ് പേജിലേക്ക് വന്നാൽ, ഇന്ന് ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ഏകദിനം ആണ്. ക്ഷമിക്കണം, 2ാം T20 മത്സരം ഇന്ന് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വാർത്തയാണ് പ്രധാനപ്പെട്ട വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നത്. 2ാം അംഗം എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ഓപ്പണിങ്ങിൽ ക്ലിക്കാകാതെ ഗിൽ എന്നുള്ളതും അതോടൊപ്പം തന്നെ നൽകിയിരിക്കുന്ന വാർത്തയാണ്. തിരിച്ചുവരയിൽ 13 ഇന്നിങ്സുകൾ നേടിയത്, 263 റൺസ്, സെഞ്ചുറിയും അർദ്ധ സെഞ്ചുറിയും ഇല്ല എന്നുള്ളതും അതിൻ്റെ തലക്കെട്ടാണ്. സഞ്ജു സാംസണെയും ശുഭ്മാൻ ഗില്ലിനെയും കമ്പയർ ചെയ്തുകൊണ്ടാണ് ആ ഒരു വാർത്ത തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ICC റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിരിക്കുന്നത്. രോഹിത് ശർമ്മ 1ാം സ്ഥാനത്ത്, വിരാട് കോഹ്ലി 2ാം സ്ഥാനത്ത് എന്നുള്ളത് ആണ്. അത് വലിയ രീതിയിൽ അതിനെ ആഘോഷിക്കുന്നുണ്ട് മാതൃഭൂമി. വിമർശകരുടെ നാവടപ്പിക്കാൻ ബാറ്റുകൊണ്ട് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും മറുപടി നൽകാൻ തുടങ്ങിയത് കളിക്കളത്തിൽ ക്രിക്കറ്റ് പ്രേമികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇരുവരുടെയും പോരാട്ട വീര്യം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഏകദിന ക്രിക്കറ്റ് റാങ്കിങ്ങിൽ പ്രതിഫലിക്കുന്നു. ആദ്യ 2 റാങ്കിങ്ങിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും നിറഞ്ഞു നിൽക്കുകയാണ് എന്നുള്ളതാണ് ആ വാർത്ത.
യുക്രൈനിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാണ് എന്ന് സെലൻസ്കി യു എസ് സുരക്ഷാ ഉറപ്പ് നൽകണമെന്ന് സെലൻസ്കി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ വാർത്ത വിദേശം പേജിൽ നൽകിയിരിക്കുന്നു. പരിഷ്കരിച്ച സമാധാന കരാർ ഉടൻ കൈമാറും എന്നുള്ളതും ആ വാർത്തയോടൊപ്പം തന്നെ നൽകിയിരിക്കുകയാണ്. ട്രംപ് ഇന്ത്യക്ക് തീരുവ ചുമത്താൻ കാരണം റഷ്യൻ എണ്ണയല്ല. രഘുറാം രാജൻ, അദ്ദേഹം മുൻ ഗവർണർ കൂടിയാണ്, RBI ഗവർണർ കൂടിയാണ്, അദ്ദേഹമാണ് ആ കാര്യം വ്യക്തമാക്കി. കാരണം ട്രംപിൻ്റെ അവകാശവാദം എതിർത്തത് എന്നുള്ളതാണ്. പാകിസ്ഥാനുമായിട്ടുണ്ടായ പ്രശ്നത്തിൽ അല്ലെങ്കിൽ യുദ്ധത്തിൽ അതിനെ സമവായത്തിലേക്ക് എത്തിച്ചത് താനാണ് എന്നുള്ള കാര്യം ട്രംപ് ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അതിനെ പക്ഷേ ഇന്ത്യ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. അതാണ് ഇത്തരത്തിൽ തീരുവ ചുമത്താനേക്കുള്ള കാരണത്തിലേക്ക് എത്തിയതെന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. മാധ്യമം ദിനപത്രത്തിൻ്റെ വാർത്തകളിലേക്ക് വന്നാൽ ഇനി കോടതി പറയും എന്നുള്ളതാണ്. ഡിജിറ്റൽ KTU VC നിയമനം ആയി ബന്ധപ്പെട്ട വാർത്ത, അത് സമവായത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഡോക്ടർ സിസ തോമസിനെ നിയമിക്കണമെന്ന വാശിയിൽ തന്നെയാണ് ഗവർണർ ഉള്ളത്. പറ്റില്ല എന്നുള്ള നിലപാടിൽ സർക്കാർ ഉറച്ചു നിൽക്കുകയാണ്. ഗവർണറെ കണ്ടത് മന്ത്രിമാരായിട്ടുള്ള ബിന്ദുവും രാജീവുമാണ്. സമവായമില്ലെങ്കിൽ VC നിയമനം നടത്തുമെന്ന് സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ ആ വാർത്തയോടൊപ്പം തന്നെ ചേർത്ത് നൽകിയിട്ടുണ്ട്. SIR നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ എന്ന അമിത്ഷാ വോട്ട് വെട്ടി നാട് കടത്തും. അത് മാതൃഭൂമി അവരുടെ ഉൾപേജിൽ കൊടുത്തൊരു വാർത്തയാണ്. ആ ഒരു സംഭവമാണ് പ്രധാനപ്പെട്ട വാർത്തയായി മാധ്യമം അതിന് നൽകിയിരിക്കുന്നത്. അതിൻ്റെ ആ രാഷ്ട്രീയവും കൃത്യമായി തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ISR നുഴഞ്ഞുകയറ്റക്കാർക്കെതിരെ എന്നുള്ളതാണ് അമിത്ഷാ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഇന്ത്യ സഖ്യകക്ഷി ലോക്സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഈ സ്വാഭാവികമായിട്ടുള്ളൊരു നടപടി തന്നെയാണത്. ഇന്ത്യയെ നിരീക്ഷിക്കാൻ മേൽനോട്ട സമിതി വിശദീകരണം നൽകാൻ CEO ഇന്ന് നേരിട്ട് ഹാജരാകണമെന്ന് DGCA പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ വീർ സവർക്കർ പുരസ്കാരം സ്വീകരിക്കാൻ തരൂർ വന്നില്ല എന്നുള്ളതും ഒന്നാമത്തെ പേജിലെ വാർത്ത ആയി നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ന് രണ്ടാം ഘട്ട വോട്ടെടുപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വാർത്ത ഇന്ന് രണ്ടാം ഘട്ട വിധിയെഴുത്ത് ഇന്ന് എന്നുള്ള തലക്കെട്ടിൽ നൽകിയിരിക്കുന്നു. 7 ജില്ലകളിലെ വോട്ടർമാരാണ് ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. സ്ഥാനാർത്ഥികളുടെ എണ്ണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ വാർത്തയിൽ നൽകിയിട്ടുണ്ട് മാധ്യമം. ഏവിയേഷൻ വിദ്യാർത്ഥിനിയുടെ കൊലപാതകം ആൺ സുഹൃത്ത് അറസ്റ്റിൽ എന്നുള്ളതും ഒന്നാമത്തെ പേജിൽ വാർത്തയായി തന്നെ മാധ്യമം നൽകിയിരിക്കുന്നു. ഉൾപേജുകളിലേക്ക് ഇന്ന് പോയെന്നാൽ ജബലലി തുറമുഖത്തെ കടൽ ഭിത്തികളിൽ 1000 കൃത്രിമ പവിഴപ്പുറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു വാർത്തയായി ചിത്രം ഉൾപ്പെടെ നൽകിയിരിക്കുന്നത്. ട്രക്കുകളുടെ അനധികൃത പാർക്കിംഗ് വിപുലമായിട്ടുള്ള ക്യാമ്പയിനുമായി RTI എന്നുള്ളതും ദുബൈയിലെ വാർത്തയാണ്. ദുബൈയിൽ നിന്നുള്ള വാർത്തയാണ്. ട്രക്കുകളുടെ അനധികൃത പാർക്കിംഗ് തടയുന്നതിനായി വിപുലമായിട്ടുള്ള ബോധവൽക്കരണ ക്യാമ്പയിന് തുടക്കമിട്ട് ദുബൈ റോഡ് ഗതാഗത അതോറിറ്റി എന്നുള്ളതാണ് ആ വാർത്തയിൽ നൽകുന്നത്. മനുഷ്യനിൽ മൃഗങ്ങളുടെ അവയവ കൈമാറ്റം കർശന നിയമവുമായി UAE എന്നുള്ളതാണ് വാർത്തയായി തന്നെ നൽകിയിരിക്കുന്നത്. മനുഷ്യരിൽ മൃഗങ്ങളുടെ അവയവങ്ങളും ലബോറട്ടറികൾ കൃത്രിമമായി നിർമ്മിച്ച അവയവങ്ങളും ഉപയോഗിക്കുന്നതിൽ കർശനമായിട്ടുള്ള നിയമം അവതരിപ്പിച്ച് UAE. ഇത്തരം ശസ്ത്രക്രിയകൾക്ക് കർശനമായിട്ടുള്ള ഉപാധികളോട് അനുമതി നൽകും. UAE പ്രസിഡൻ്റാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതും ആ വാർത്തയിൽ മാധ്യമം പറയുന്നു. വെറ്റിനറി മെഡിക്കൽ നിയമം നിലവിൽ വന്നു. മൃഗസംരക്ഷണത്തിനായി ഒരു പുതിയ കുതിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളതും ആ വാർത്തയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. ഷാർജയിൽ മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട സംഘം പിടിയിലായിരുന്നു. അവരുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ നൽകിക്കൊണ്ടാണ് ആ വാർത്ത നൽകിയിരിക്കുന്നത്. ബസ് ഡ്രൈവർമാർക്ക് ദുബായ് പോലീസ് പരിശീലനം നൽകിയിരുന്നു. 90 ഡ്രൈവർമാരാണ് പരിശീലന ക്ലാസ്സുകളിൽ പങ്കെടുത്തത്. ആ വാർത്തയും അതിൻ്റെ ചിത്രവും മാധ്യമം നൽകിയിരിക്കുന്നു. ലൈനിൽ ചരിത്രം പറയുന്ന സാംസ്കാരിക പാത തുറന്നു. 1.4 കിലോമീറ്റർ നീളത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെയും ചിത്രം ഉൾപ്പെടെയാണ് വാർത്ത നൽകിയിരിക്കുന്നത്. എഡിറ്റോറിയൽ പേജിലേക്ക് വന്നാൽ അനുവദിക്കരുത് തമിഴ് മണ്ണിന് തീകൊളുത്താൻ എന്നുള്ളതാണ് അതിന് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. നീതിയും നിയമവും നടപ്പിലാക്കാനുള്ള ചുമതല ഏൽപ്പിക്കപ്പെട്ട കോടതികളും ജഡ്ജിമാരും വർഗീയ വിദ്വേഷ ശക്തികളുടെ പകർത്തെടുത്ത് ജോലി തുടങ്ങിയാൽ രാജ്യത്തിൻ്റെ ഗതി എന്താകും എന്നുള്ളതാണ് അതിൽ പ്രധാനമായും
ചോദിക്കുന്ന ഒരു ചോദ്യം എഡിറ്റോറിയലിലൂടെ. എന്തായാലും കോടതി വിധികളിൽ സമീപകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള കോടതി വിധികൾ അത് പൊതുവിൽ വിമർശിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതും സമൂഹത്തിന് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പലതരത്തിലുള്ള വിധികൾ വരുന്നുണ്ട് എന്നതും സമീപകാല സംഭവങ്ങൾ സാക്ഷിയാക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. അയോധ്യയിലെ ബാബരി മസ്ജിദ് വർഗീയ ഫാസിസ്റ്റുകൾ തകർത്തതിൻ്റെ 33-ാം വാർഷിക ദിനമായിരുന്നു ഡിസംബർ 6. നൂറ്റാണ്ടുകളായി ഇത്തരത്തിൽ എല്ലാ തരത്തിലുള്ള നടപടികളും നടന്നുകൊണ്ടിരുന്ന ഒരു പള്ളിയാണ് പിടിച്ചെടുത്ത് തകർക്കുകയും ആ ക്രിമിനൽ കുറ്റകൃത്യങ്ങളിൽ പങ്ക് വഹിച്ചവരുടെ മേൽനോട്ടത്തിൽ അവരുടെ പടുകൂറ്റൻ ക്ഷേത്രം ഉയരുകയും ചെയ്തതിന് പിന്നിൽ നിരവധി കണ്ണികളുള്ള ആസൂത്രണവും സംഘടിതമായിട്ടുള്ള ഒരു ഗൂഢതന്ത്രവും ഉണ്ടായിരുന്നു. സമാധാനത്തിലും സൗഹാർദ്ദത്തിലും ജീവിച്ച മതവിശ്വാസികളെ തമ്മിൽ തെറ്റിച്ച് അതിൽ നിന്നും അധികാരലബ്ധിക്കായുള്ള വഴി തേടാൻ സംഘപരിവാർ നടത്തിയ ഹീന തന്ത്രമായിരുന്നു ബാബരി മസ്ജിദിന് മേലുള്ള അധിനിവേശം എന്നുള്ളതാണ് വിഷയത്തിൽ കാര്യങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് മാധ്യമം അവരുടെ എഡിറ്റോറിയൽ തയ്യാറാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പരിഷ്കരണ ചർച്ച നേർക്കുനേർ ഏറ്റുമുട്ടി അമിത്ഷായും രാഹുലും എന്നുള്ളതും ഉൾപേജിലെ വാർത്തയായി മാധ്യമം നൽകിയിരിക്കുന്നത്. ഈ വാർത്തയായിരുന്നു മാതൃഭൂമി അവരുടെ ഒന്നാമത്തെ പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായി നൽകിയിരുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാണ് ആ വാർത്ത ഇപ്പോൾ ഈ ഇരു പത്രങ്ങളും തയ്യാറാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സ്ഥാനം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. സ്പോർട്സ് പേജിലേക്ക് വന്നാൽ ലിവർപൂൾ റിട്ടേൺസ് എന്നുള്ളതാണ് തലക്കെട്ടായി പ്രധാനപ്പെട്ട വാർത്തയുടെ തലക്കെട്ടായി മാധ്യമം നൽകിയിരിക്കുന്നത്. അതികായകർ മാറ്റുരച്ച രാത്രി ജയതിളക്കത്തിൽ ലിവർപൂളും ബാഴ്സലോണയും ബയൺ മ്യൂണിക്കും. പ്രീമിയർ ലീഗിൽ കുതിപ്പ് തുടരുന്ന ചെൽസിക്ക് തോൽവി. ഈജിപ്ഷ്യൻ സൂപ്പർ താരം മുഹമ്മദ് സലാഹിനെ പുറത്തിരുത്തി ഇറങ്ങിയ ചെമ്പട ഇറ്റാലിയൻ ക്ലബ്ബ് ഇന്റർ മിലാനെ അവരുടെ തട്ടകമായ സാൻസിറോയിൽ മറുപടിയില്ലാത്ത ഒരു ഗോളിനാണ് വീഴ്ത്തിയത് എന്നുള്ളതും ആ വാർത്ത നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം T20 ഇന്നും നടക്കാനിരിക്കുന്നു. ആരെ തുണയ്ക്കും എന്നുള്ളതാണ് അതിൻ്റെ തലക്കെട്ടായി, ആ വാർത്തയുടെ തലക്കെട്ടായി നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഏകദിന റാങ്കിങ് 2ാം സ്ഥാനത്ത് കോഹ്ലി എന്നുള്ളത് വാർത്തയ്ക്ക് തലക്കെട്ടായി നൽകിയിരിക്കുന്നു. അതിൽ 1ാം സ്ഥാനത്ത് രോഹിത് ശർമ്മയാണ് എന്നുള്ള കാര്യം കൂടി അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ടതാണ്. ദ പ്രസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.